2 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ട്രയൽ റണ്ണാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് LDFനും UDFനുമാണെങ്കിലും BJPക്കും അതൊരു അഭിമാന പ്രശ്നമാണ്. BJP ശക്തമായ മൂന്നാം മുന്നണിയായി നിൽക്കുന്ന 2 ജില്ലകളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോർപ്പറേഷനുകൾ BJP പിടിച്ചെടുക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് BJP. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലുങ്ക് ചർച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നടത്തുന്ന മുന്നൊരുക്കമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപിയെ രംഗത്തിറക്കി കലുങ്കു ചർച്ച നടത്തുന്നത്. എന്തായാലും തൃശ്ശൂരിൽ BJP നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ. പക്ഷേ തിരുവനന്തപുരം BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല. അവസാന ലാപ്പിൽ വെള്ളം കോരിയിട്ട് അവസാന ലാപ്പിൽ കുടമിട്ട് ഉടയ്ക്കുന്ന രീതിയാണ് BJP തിരുവനന്തപുരത്ത് കൈക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ BJP വൻപിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുമ്പോൾ ലോക്സഭയിൽ നടത്തിയ മുന്നേറ്റം BJP കാഴ്ചവെക്കാറില്ല പലയിടത്തും. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള സുവർണ അവസരം 2015 അന്നവർ 35 സീറ്റാണ് നേടിയത്. എന്നാൽ 2020 എത്തുമ്പോൾ BJP 2015 പ്രകടനം കാഴ്ചവെച്ചില്ല. BJPക്ക് വലിയ തിരിച്ചടി പല വാർഡുകളിലും ഉണ്ടായി. 2025 BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു തിരുവനന്തപുരത്തെങ്കിലും സുഖകരമല്ല കാര്യങ്ങൾ. തിരുവനന്തപുരത്തെ തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിൻ്റെ മരണം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അനിൽകുമാർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ആ സഹകരണ സംഘത്തിൻ്റെ പോക്കിൽ മനംനൊന്ത് കോടികളുടെ കടക്കാരനായാണ് ആത്മഹത്യ ചെയ്തത്. അവിടെ നിന്ന് വായ്പ എടുത്തവർ പലരും പലിശ തിരിച്ചടച്ചില്ല, പലിശ പോലും അടച്ചില്ല. വലിയ ഉന്നത BJP നേതാക്കൾ വരെ അവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു മണ്ടത്തരം കൂടി വിളിച്ചു പറഞ്ഞു. അനിൽകുമാറിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ CPM ആണെന്ന്. അത് സൈബർ ഇടങ്ങളിൽ ട്രോളുകളായി പ്രത്യക്ഷപ്പെട്ടു. തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യക്ക് മറുപടി പറയേണ്ടി വരും BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. മാത്രമല്ല BJP നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തെ 12 സഹകരണ സ്ഥാപനങ്ങളിൽ കോടികളുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ, എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ വാർത്തകൾ പുറത്തുവിട്ടത് CPMകാരല്ല, BJPക്കാർ തന്നെയാണ്. BJP അനുഭാവികൾ തന്നെയാണ് നേതൃത്വത്തിനെതിരെ വാർത്തകൾ പുറത്തുവിട്ടത്. ഇനിയും അനിൽകുമാർമാർ ഉണ്ടാകും എന്നതാണ് അവർ പറയുന്നത്. ഇനിയും അനിൽകുമാർമാരുടെ ആത്മഹത്യ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. കോടികളുടെ തിരിമറിയെ പറ്റി നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാത്ത BJP വലിയ ഒരു അഴിമതി പാർട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2020 നടത്തിയ പ്രകടനം അത് നിലനിർത്താൻ പോലും BJPക്ക് കഴിയില്ല എന്നുള്ളതാണ് പുതിയ വർത്തമാനം. മറ്റൊന്ന്, കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. കോൺഗ്രസിൻ്റെ വാർഡുകൾ പലതും കഴിഞ്ഞ തവണ BJP പിടിച്ചെടുത്തു. അത് ഉണ്ടാവാതിരിക്കാൻ കോൺഗ്രസ് വളരെ ശ്രദ്ധിക്കുന്നു. CPM ആകട്ടെ തങ്ങളുടെ കേഡർ സെറ്റപ്പ് ഉപയോഗിച്ച് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഇത്തവണയും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറും എന്നതാണ്
പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. BJP ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ പാടാണ്. പിടിക്കണമെങ്കിൽ 2015 പിടിക്കണമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. 2020 2015 നടത്തിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. 2025 BJP പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് മൂക്കുകുത്തി വീണിരിക്കുന്നു.